ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വഴുതനങ്ങ വെച്ചൊരു മെഴുക്കുപുരട്ടിയാണ്. സാധാരണ നമ്മൾ വഴുതനങ്ങ മെഴുക്കുപുരട്ടിയൊക്കെ വെക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രുചിയിൽ വഴുതനങ്ങ മെഴുക്കുപുരട്ടി വെച്ചിരിക്കുന്നതാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 4 നീളത്തിലുള്ള മെലിഞ്ഞ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 അറ്റവും നമുക്കിതുപോലെ ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് നെടുകെ പിളർന്നിട്ടാണ് ഞാനിതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വഴുതനങ്ങ നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ വളരെ മെലിഞ്ഞ വഴുതനങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വഴുതനങ്ങ എപ്പോഴും അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അതിനൊരു കറയുണ്ട്. ഈ രീതിയിൽ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 വെള്ളത്തിൽ ഇത് കഴുകി ഇതിൻ്റെ കറയെല്ലാം കളയണം. എന്നിട്ട് ഇതുപോലെ കഴുകി എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതിലത്തെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വരും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒരു 10-15 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം വഴന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ വഴുതനങ്ങയിൽ മഞ്ഞൾപ്പൊടി ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച മുളകാണ് ചേർക്കുന്നത്. എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വഴുതനങ്ങ ഇട്ട ശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരാവി കയറുമ്പോൾ തന്നെ വഴുതനങ്ങയൊക്കെ വെന്ത് വരും, പെട്ടെന്ന് വെന്ത് വരും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. നമ്മൾ ആദ്യം വഴുതനങ്ങയിൽ ഉപ്പ് തിരുമ്മി വെച്ചുകൊണ്ടാണ് ആദ്യം ഉപ്പ് ഇടാഞ്ഞത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു. ഫ്ലെയിം ഓഫ് ആക്കാം. ഉണ്ട്, നല്ല ഉതിർന്ന് കിടക്കുന്ന വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ് ഈ മെഴുക്ക് പുരട്ടി. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. താങ്ക്